ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ലാൽ സെൻട്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്നൊരു മലയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ലോറ സജ്ജദ എന്ന മല. അപ്പം ആ മലൻ്റെ ഓരോരോ വിശേഷങ്ങളാണ്. അതായത് ആ മല കാണാൻ പോയ ആൾക്കാരൊക്കെ പറയുന്നത് എന്തൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഈ മലന്റെ പേരെന്താ? സജദ കഹ്ഫ് ബനി ഹറാം. ബനി ഹറാം ഗോത്രക്കാരുടെ കഹ്ഫ് എന്ന പേരിൽ അറിയപ്പെടും. ഇതിന്റെ ചരിത്രങ്ങളൊന്നും കിടങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടക്കിടക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിവരങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂൽ വലിയ വിഷമത്തിലും ബേജാറിലാണ്. കാരണം എന്ത് സംഭവിക്കും, ഇവിടെ വലിയ ശക്തരായ ആളുകളാണ് ആര്, ബനു മുസ്തലിക്കുകാരും അതേപോലെ തന്നെ ഹുനൈനികാരും. അവരൊക്കെ ഖുറൈശികളെ കൂടെ കൂടിയിട്ടുണ്ട് മദീനയെ തകർക്കാനും റസൂലുള്ളാഹിനെ വധിക്കാനും. ശക്തമായ ശത്രുക്കൾ. ബദറിലേക്കും മുഹദിലേക്ക് വന്നതുപോലെയല്ല. ബദറിലേക്കും മുഹദിലേക്കും ഖുറൈശികൾ മാത്രമേ ഉള്ളൂ, ആൾബലം കുറവാണ്. ഇതങ്ങനെയല്ല, 6000-ലേറെ ആളുകൾ, വളരെ ശക്തന്മാരായ ബനു മുസ്തലിക്കുകാരും ഹുനൈനുകാരും തബൂക്കുകാരും ഖൈബറുകാരൊക്കെ പങ്കുചേർന്ന വലിയൊരു ഒരുക്കത്തിലാണ് വരുന്നത്. സഹാബത്താണെങ്കിൽ ദിവസങ്ങളോളം ഊണ് ഉറക്കുമ്പോഴാണ് നിസ്കാരമൊക്കെ നടത്തിയല്ലേ. നമസ്കരിച്ചതും ജിബ്രീൽ അലൈഹിസ്സലാമുമായി മുനാജാത്ത് നടത്തിയത്, നീണ്ട സുജൂദ്, ശുക്റിന്റെ സുജൂദും കൂടി ചെയ്തു ഇവിടെ വെച്ച്. നീണ്ട സുജൂദ്, അതായത് ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ കാരണം എന്താ, അള്ളാഹുവിന്റെ വലിയ സഹായം ഇവിടെ കിട്ടും. ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തല്ലോ, മാഷാ അല്ലാഹ്. അതിന്റെ പേരിൽ ആ മുകളിൽ കാണുന്ന അത് ഐനുർ റസൂൽ, റസൂലുള്ളാഹിക്ക് അന്ന് കുടിക്കാനും ഉദു ചെയ്യാനും അല്ലാഹു തആല വെള്ളം നൽകിയ ഒരു വെള്ളക്കുണ്ട്. ഇപ്പൊ വെള്ളമില്ല, അന്നേ വെള്ളം ഉണ്ടായിട്ടുള്ളൂ. ഐനുർ റസൂൽ അന്ന് അവിടെ വെച്ചിട്ടാണ് വെള്ളം കിട്ടിയത്, ഉദു എടുക്കാനും കുടിക്കാനൊക്കെ. ആ വെള്ളമാണ് റസൂലുള്ളാഹി ഉദു ചെയ്യാനും കുടിക്കാനും ഉപയോഗിച്ചത്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല മുത്തനബിക്ക് നേരിട്ട് വെള്ളം കൊടുക്കണം, ഒരു ഇടനിലക്കാരനില്ലാതെ. ഇതിന്റെ പേര് സജദ അല്ലെ, കഹ്ഫ് ബനി ഹറാം, രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. മാഷാ അല്ലാഹ്. ഏതായാലും ജീവിതത്തിലൊക്കെ ഒരു പ്രാവശ്യത്തിലൊക്കെ ഇവിടെ വന്ന് കാണല് വളരെ അത്യാവശ്യമാണ്. മാഷാ അല്ലാഹ്. കന്തക്ക് കിടങ്ങ് കീറി